നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഠാധീശ്വറാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിനോട് നേരിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. സ്വാമി നമസ്കാരം. നമസ്കാരം. അങ്ങ് വിശ്വബ്രാഹ്മണ സഭയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ശബ്ദമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങയുടെ ഒരുപാട് കാര്യങ്ങളിപ്പോൾ ജനങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നു. എന്താണ് ഈ ഒരു വിശ്വബ്രാഹ്മണ ഒരു സന്യാസി സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ഭാരതത്തിൽ ഇന്ന് കാണുന്ന പൈതൃകങ്ങൾ, പുരാതനമായ ക്ഷേത്രങ്ങളായിക്കോട്ടെ, മന്ദിരങ്ങളായിക്കോട്ടെ, നിർമ്മിതികളെല്ലാം തന്നെ വിശ്വകർമ്മ കുലത്തിൻ്റെ സ്പർശമേൽക്കാത്തതായി ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ പ്രപഞ്ച സൃഷ്ടാവായ സർവേശ്വരൻ്റെ നാമത്തിൽ അറിയപ്പെടുന്ന ലോകത്തിലെ ഒരേ ഒരു കുലമായ വിശ്വകർമ്മ സമൂഹം, ആ വിശ്വകർമ്മ സമൂഹത്തിൻ്റെ ആത്മീയമായ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന വിശ്വബ്രാഹ്മണ ആചാര്യന്മാരും സമൂഹവുമൊക്കെ ഇന്ന് സമൂഹത്തിൽ പല വിധത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യമാണ്. അപ്പോൾ അവരെ ഇതിൻ്റെ മുന്നണിയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി ആദിശങ്കര അദ്വൈത അഖാഡയുടെ എല്ലാമായ അതിൻ്റെ സ്ഥാപകൻ പരമപൂജനീയ സ്വാമി മഹാമണ്ഡലേശ്വർ പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജിൻ്റെ ആ ഒരു ചിന്തയിൽ നിന്നും ഉയർന്നു വന്നതാണ് ഈ കുലത്തെ ഉയർത്തിയെടുക്കാൻ, ഈ കുലത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ഒരു സന്യാസി ഉണ്ടാകണം എന്നുള്ളത്. അങ്ങനെയാണ് ആ കുലത്തെ ഇഷ്ടപ്പെടുന്ന, ആ കുലത്തിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ അനുഗ്രഹ ആശംസകളോടും അനുവാദത്തോടും കൂടി അദ്ദേഹമാണ് വിശ്വകർമ്മ കുലത്തിനു വേണ്ടി വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഠാധീശ്വരായി എന്നെ തിരഞ്ഞെടുത്തത്. ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ആത്മീയമായ നിലവാരത്തിൽ വിശ്വകർമ്മ കുലത്തെ ഉണർത്തുക, ഭൗതികമായ മുന്നേറ്റം സമൂഹത്തിന് ഉണ്ടാക്കിയെടുക്കുക, ആധ്യാത്മികപരമായും ഭൗതികപരമായും ഏതു വിധത്തിലും ഉയർന്ന നിലയിലേക്ക് എത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ സമൂഹത്തെ എത്തിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ആചാര്യന്മാരായിട്ടുള്ള ആളുകളെ ഈ കുലത്തിലുള്ള സമൂഹവും അതുപോലെ മറ്റുള്ളവരും ആദരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്കും എത്തിച്ചെടുക്കുക എന്നതാണ് എൻ്റെ പ്രവർത്തനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ കുലത്തിൽ ഇപ്പോൾ പുരാതനമായിട്ട് ഒരു സ്ഥാനം ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന സ്ഥാപതി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാനം ഉണ്ടായിരുന്നു. അത് പിന്നീട് മാറി അത് ബ്രാഹ്മണരിലേക്ക് പോയി എന്നൊക്കെ ഒരു വാദം നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സർക്കാരിൻ്റെ ഒരു കീഴിൽ വരുന്ന ഒരു ദേവസ്വം ബോർഡിൽ വരുന്ന ജോലികളൊക്കെ ബ്രാഹ്മണർക്ക് മാറിപ്പോയി, അത് വിശ്വകർമ്മജരായിരുന്നു ചെയ്തിരുന്നത് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്താണ്? ക്ഷേത്രങ്ങൾ മാത്രമല്ല, ഏത് നിർമ്മിതിയും ഭാരതത്തിൽ ഉണ്ടായിരുന്നപ്പോൾ രാജഭരണ കാലഘട്ടങ്ങളിൽ വളരെ വ്യക്തമായിട്ടും ഇതിൻ്റെ എല്ലാ നിർമ്മിതികളുടെയും തുടക്കത്തിൽ രാജഗുരുക്കന്മാർ തന്നെ ഋഷികളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങൾക്ക് അല്ലെങ്കിൽ താമസിക്കുന്ന ഗൃഹങ്ങൾക്കോ കൊട്ടാരങ്ങൾക്കോ ഒരു സ്ഥലം കണ്ടെത്തുമ്പോൾ അവിടെ അത് നിർമ്മിക്കാൻ യോഗ്യമാണോ എന്ന് ചിന്തിച്ചറിയാനും അതിൻ്റെ വാസ്തുശാസ്ത്രപരമായി ഭൂമിയെ കണ്ടെത്തി അവിടെ സ്ഥാനം കണ്ട് കുറ്റിയടിക്കാനും ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണവുമെല്ലാം വിശ്വകർമ്മ കുലത്തിനാണ് അധികാരപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആ വിശ്വകർമ്മ കുലത്തിൻ്റെ ഒരു ആചാര്യ സ്ഥാനമായിരുന്നു മൂത്താശാരി എന്ന തസ്തിക. അപ്പോൾ മൂത്താശാരി എന്ന തസ്തിക ഉണ്ടായാൽ ആ മൂത്താശാരി തസ്തികയുടെ കീഴിലാണ് മറ്റുള്ള സ്ഥാനങ്ങളെല്ലാം വരിക. അപ്പോൾ അങ്ങനെയുള്ള ആ സ്ഥാനങ്ങളിൽ പെടുന്നവർ ക്ഷേത്രങ്ങളുടെ ആദ്യം കുറ്റിയടിക്കുന്നു, പിന്നെ പണിയെടുക്കാനായിട്ട് കുറച്ച് പേരുണ്ട്, അതിന് സഹായിക്കാനായിട്ട് കുറച്ച് പേരുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ക്ഷേത്ര പൂജ വരെ, പ്രതിഷ്ഠ വരെ നടത്തി കൊടുത്തിരുന്ന ആ വിശ്വബ്രാഹ്മണ കുലം ഈ മൂത്താശാരി എന്ന പേര് സ്ഥപതി എന്ന പേരിലേക്ക് അങ്ങനെ ആ ഒരു ചിട്ടയിലേക്ക് മാറ്റിയപ്പോൾ ആശാരി എന്ന് ഉപയോഗിക്കാൻ പറ്റാതെ ഇരുന്ന കുറേ ആളുകൾ ഈ സ്ഥാനത്തേക്ക് കടന്നു വരികയും അവർക്ക് വേണ്ടി മൂത്താശാരി തസ്തിക സ്ഥപതിയാക്കി മാറ്റി അവരെ ആ സ്ഥാനങ്ങളിൽ നിയമിക്കുകയും ചെയ്തു. ഇന്ന് കേരളത്തിലെ ഭൂരിപക്ഷ ക്ഷേത്രങ്ങളിലെയും ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെയും അധികാര സ്ഥാനം ഇപ്പോൾ ഇതുപോലെ ഉയർന്നു വന്ന മറ്റൊരു സമുദായത്തിലുള്ളവരാണ് കൈകാര്യം ചെയ്യുന്നത്. അത് ശരിക്കും കുലാചാരധർമ്മത്തിന് വിരുദ്ധമാണ്. ആചാരനിഷ്ഠകൾ അതുകൊണ്ട് ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളുമൊക്കെ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്.
അതിൻ്റെ ഭാഗം തന്നെയാണ് ശരിക്കും ശബരിമല പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നടക്കുന്ന ഈ അനിഷ്ടങ്ങളെല്ലാം തന്നെ. ഇപ്പോൾ വിശ്വകർമ്മൻ എന്ന് പറയുന്ന ഒരു വിഭാഗം കേരളത്തിൽ അറിയപ്പെടുന്നത് ഒരു തരത്തിലും, അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിൽ വിശ്വകർമ്മജരുടെ ഒരു സ്ഥാനം വേറെ ഒരു ലെവലിലാണ്. അപ്പോൾ എന്താണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു അംഗീകരിക്കപ്പെടാത്തവരായിട്ട് ഇവർ മാറുന്നത് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? കേരളത്തിൽ എൻ്റെ ഒരു പഠനത്തിൽ കണ്ടെത്തിയത്, കേരളത്തിൽ വിശ്വകർമ്മരെ സാധാരണ പോലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ളവരെ വിശ്വബ്രാഹ്മണരെന്ന് അധികം അറിയപ്പെടുന്നില്ല. അതിന് കാരണം മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വിശ്വകർമ്മരെ അറിയപ്പെടുന്നത് വിശ്വബ്രാഹ്മണർ എന്ന പേരിൽ തന്നെയാണ്. ഇവിടെ കേരളത്തിൽ മാത്രമായി ഒരു ബ്രാഹ്മണ സമൂഹം കടന്നു വന്നപ്പോൾ യഥാർത്ഥമായ ആ ഒരു പൗരുഷയ ആരുഷയ വിഭാഗങ്ങളായിട്ട് ബ്രാഹ്മണരെ തിരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ശക്തമായ രീതിയിൽ ഇവിടെ ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികളും കാര്യങ്ങളും എല്ലാം ചെയ്തിരുന്ന യഥാർത്ഥ വിശ്വബ്രാഹ്മണരെ ബ്രാഹ്മണരെന്ന് വിളിക്കാൻ മടി കാണിപ്പിക്കുകയും അവരെ വെറും നിർമ്മാണ തൊഴിലാളികളാക്കി മാറ്റുകയും ചെയ്ത് ഞങ്ങളാണ് ബ്രാഹ്മണർ എന്ന പേരിൽ കുറേ ആളുകൾ ഇവിടെ ശക്തി പ്രാപിച്ചു വന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ആചാരനിഷ്ഠകളും അനുഷ്ഠാനങ്ങളുമെല്ലാം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട വിശ്വബ്രാഹ്മണ സമൂഹം അവരുടെ നിഷ്ഠകളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ടും അതുപോലെ അവർക്ക് അവരുടെ കുടുംബ പശ്ചാത്തലവും സാഹചര്യവും ഒക്കെ നോക്കി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ അവർ പല വിധത്തിലൂടെ അടിമത്തത്തിലേക്ക് പോയി അതിലൂടെയാണ് ബ്രാഹ്മണരെന്ന ആ ഒരു പദം ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ ആയിത്തീർന്നത്. അപ്പോഴാണ് ഒരു രണ്ട് ബ്രാഹ്മണർ ഒരു സ്ഥലത്ത് പാടില്ലല്ലോ എന്നുള്ള രീതിയിലായിരിക്കണം അന്ന് കാലത്തുണ്ടായിരുന്ന പാരമ്പര്യമായിട്ട് ജന്മകൃതമായി വന്നിരിക്കുന്ന ഈ ബ്രാഹ്മണരെ മാറ്റി ഉപനയനത്തിലൂടെ ബ്രാഹ്മണരായി മാറിയ സമൂഹത്തെ ഇവിടേക്ക് കൊണ്ടുവന്നതുകൊണ്ടാണ് കേരളത്തിലെ ബ്രാഹ്മണർ വിശ്വബ്രാഹ്മണർ അറിയപ്പെടാതെ വെറും തൊഴിലാളികൾ മാത്രമായി പോയത്. ഇപ്പോൾ അങ്ങ് തന്നെ പറഞ്ഞപ്പോൾ അടിമത്തം എന്നൊരു വാക്ക് വന്നിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ അടിമത്തമായി നമ്മൾ കണക്ട് ചെയ്യപ്പെട്ടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിസം കേരളത്തിൽ വന്നതോടുകൂടി ഇത്തരം സമുദായങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് ഉയർത്തുകയാണോ താഴ്ത്തുകയാണോ, അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങ് പ്രതിദാനം ചെയ്യുന്നൊരു ഈ വിശ്വകർമ്മ എന്ന സമുദായത്തെ ആണെങ്കിലും ഈ കാലഘട്ടത്തിൽ ഇതിന് പ്രാധാന്യം ശരിക്കും ഉണ്ടോ എന്നുള്ളതാണ്. കാരണം മാനവികത ഉയർത്തിപ്പിടിക്കുന്നതിന് ഇടയിൽ ഇത്തരം ജാതി വ്യവസ്ഥ കൊണ്ടുവരുന്ന ഒരു രീതിയിലേക്ക് അങ്ങടക്കം പോകുന്ന ഒരു രീതി ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു കാര്യത്തിനെ കാണുന്നത്? കമ്മ്യൂണിസം എന്നത് ഈശ്വരനില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു ഇസമാണ്. അത് സമൂഹത്തിൽ എല്ലാവർക്കും സമത്വം എന്നുള്ള ഒരു ഭാവവും ഒരു ചിന്തയുമാണ് അവർ കൊണ്ടുവരുന്നതെങ്കിൽ പോലും അതിൽ ഒരുപാട് ദുരുദ്ദേശപരമായ ആശയങ്ങളുണ്ട്. തൊഴിലാളികൾക്ക് വേണ്ടി രൂപം കൊണ്ട പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത് വളരെ ശക്തമായി നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുകയും എന്നാൽ ജനം ആത്മീയതയിൽ നിന്നാൽ തൊഴിലാളികൾ ആയി നിൽക്കാൻ ഇടയില്ല എന്ന് കണ്ടുകൊണ്ട് അവരെ ആത്മീയതയിൽ നിന്ന് അകറ്റുക കൂടി ചെയ്യാനാണ് ഇവരുടെ മാനിഫെസ്റ്റോ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഈശ്വരവിശ്വാസത്തെ അന്ധവിശ്വാസമായി കാണിക്കുകയും ആ വിശ്വാസങ്ങളെയെല്ലാം ഹനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഈശ്വരനിൽ നിന്ന് മനുഷ്യനെ അകറ്റുകയും ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിശ്വകർമ്മർ ആ വിശ്വകർമ്മ സമൂഹത്തെ ഈ ആചാരനിഷ്ഠകളിൽ നിന്നും അവർ അകറ്റി നിർത്താൻ കൂടുതൽ ഉപയോഗിച്ചു എന്നുള്ളത് സത്യമാണ്. കാരണം ഇന്ന് കാണുന്ന ഒരു ഭൂരിപക്ഷ ശതമാനം വിശ്വകർമ്മരും ഇത്തരം അടിമത്തത്തിൽ അകപ്പെട്ടുപോയി അങ്ങനെയാണ് അവർ കഴിയുന്നത്. അതാണോ ഈ ഒരു സമൂഹത്തിലൊരു സ്ഥാനം ലഭിക്കാതെ പോയത് എന്നാണോ അങ്ങ് പറയുന്നത്? അതെ, കാരണം അവരെ ആധ്യാത്മികമായും ഭൗതികമായും എല്ലാവരെയും ഉയർത്തിയെടുക്കേണ്ട ഒരു കർമ്മ സമൂഹം, അങ്ങനെയുള്ള വിശ്വകർമ്മ സമൂഹം, വിശ്വബ്രാഹ്മണർ, അവർ ഒരു തൊഴിലാളിയായി ചിത്രീകരിക്കപ്പെട്ട് തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുമായി സഹകരിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ അവരുടെ ആത്മീയത നഷ്ടപ്പെട്ടു. എന്നാൽ അവർക്ക്
തൊഴിലാളി മേഖലയിൽ എന്തെങ്കിലും ആകാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ അവരുടെ തൊഴിൽ, അവർ പരമ്പരാഗതമായി ചെയ്തിരിക്കുന്ന തൊഴിൽ മറ്റുള്ള വിഭാഗങ്ങളിൽപ്പെട്ട സമുദായങ്ങളിൽപ്പെട്ട സഹോദരങ്ങൾക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു സ്ഥിതിയും വന്നു. ഇപ്പോൾ ഈ തൊഴിൽ ചെയ്യിപ്പിച്ചിരുന്ന ആളുകൾ തൊഴിലാളികളായി മറ്റുള്ളവരുടെ തൊഴിൽശാലകളിൽ പണിക്കാരായി മാറുന്ന ഒരു സാഹചര്യം വന്നു. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ആകട്ടെ വിശ്വകർമ്മർക്ക് പ്രാധാന്യമോ അല്ലെങ്കിൽ വിശ്വകർമ്മരായിട്ടുള്ള ആളുകൾക്ക് ഒരു MLA യോ ഒരു മന്ത്രിയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ രാഷ്ട്രീയത്തിലെ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞതുകൊണ്ട് അതിലേക്ക് വരാം. അതിനു മുമ്പൊരു ചോദ്യം, ഇപ്പോൾ വേദങ്ങൾ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ വേദങ്ങളിൽ ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്ന 4 വേദങ്ങളല്ലേ ഉള്ളൂ, അങ്ങനെയല്ലേ? അപ്പോൾ ഇതല്ലാതെ മറ്റൊരു വേദം ഉണ്ടായിരുന്നു എന്നും അത് വിശ്വകർമ്മൻ്റെ വേദമാണ് എന്നും പുരാണങ്ങളിൽ പറഞ്ഞിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് ഇപ്പോഴത്തെ ആളുകൾക്ക് അറിയുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ വേറൊരു വേദം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞു വരുന്നത് പ്രണവവേദം എന്ന് പ്രചരിക്കപ്പെടുന്ന വേദത്തെക്കുറിച്ചാണ്. പ്രണവവേദത്തെക്കുറിച്ച് ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ ആചാര്യന്മാർ പലരും പ്രണവവേദത്തെക്കുറിച്ച് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ ആരാധ്യനായ വേദങ്ങളെക്കുറിച്ച് പാണ്ഡിത്യമുള്ള നമ്മുടെ പ്രസാദാചാര്യ, അതുപോലെ പനച്ചിക്കാട് സദാശിവൻജി, അതുപോലെ മറ്റുള്ള നമ്മുടെ പല ആചാര്യന്മാരും പ്രണവവേദത്തെക്കുറിച്ച് പറയാറുണ്ട്. നമ്മുടെ പവനൂർ ഷിജു ആചാര്യ തുടങ്ങിയുള്ളവർ പറയാറുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഈ പ്രണവവേദത്തെക്കുറിച്ച് എൻ്റെ ഗുരുപരമ്പരകളോട്, സന്യാസത്തിൽ എനിക്ക് ദീക്ഷ തന്ന ഗുരുവിനോടടക്കം മറ്റുള്ളവരോട് ചോദിച്ചപ്പോൾ അവരിൽ നിന്നും ലഭിച്ച എനിക്കുള്ള ഉത്തരം, വ്യാസഗുരു വേദങ്ങളെ വ്യസിച്ചു, വിഭജിച്ചു, അങ്ങനെ പ്രണവത്തെ നഷ്ടപ്പെടുത്തി എന്നാണ് പലരും പറയുന്നത്. അങ്ങനെയെങ്കിൽ വിഭജിക്കണമെങ്കിൽ ഒരു വേദമുണ്ടെങ്കിലല്ലേ വിഭജിക്കാൻ പറ്റുള്ളൂ. അതെ. അപ്പോൾ ഒന്നിനെ കഷ്ണങ്ങളാക്കി വിഭജിച്ചാൽ മാത്രമേ 2, 3, 4 കഷ്ണങ്ങളാക്കി എടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് കിട്ടിയ അറിവ്, പ്രപഞ്ചത്തിൽ ആദ്യമുണ്ടായിരുന്ന ഏക വേദം പ്രണവവേദം തന്നെയായിരുന്നു. ആ പ്രണവവേദത്തെ പ്രപഞ്ച രഹസ്യങ്ങളടങ്ങുന്ന, ശാസ്ത്ര രഹസ്യങ്ങളടങ്ങുന്ന, പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഗ്രന്ഥത്തെ, ആ ഒരു വേദത്തെ വ്യാസഭഗവാൻ വ്യസിക്കുക എന്നാൽ പഠിക്കുക എന്നതാണ്. അദ്ദേഹം അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഈ ചതുർയുഗങ്ങളിലേക്കോ അതല്ലെങ്കിൽ ഈ ചാതുർവർണ്ണത്തിനോ ഉപകാരപ്പെടുന്ന രീതിയിൽ അതിൽ ധർമ്മവും കർമ്മവുമെല്ലാം അനുഷ്ഠിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ 4 ആക്കി അതിനെ തരം തിരിച്ചു എന്നുള്ളതാണ് പറയേണ്ടത്. വിഭജിച്ച് അതിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതല്ല. അതിൽ നിന്നും പ്രപഞ്ച രഹസ്യങ്ങളടങ്ങുന്ന ഈ മൂലപ്രകൃതിയെക്കുറിച്ച് വരെ ഉൾപ്പെടുന്ന ആ അതിശ്രേഷ്ഠമായ രഹസ്യങ്ങൾ, അത് പുരാണ രൂപേണയോ കഥരൂപേണയോ അതല്ലെങ്കിൽ ഉപനിഷത്തുക്കളിലൂടെയോ ഇതിഹാസങ്ങളിലൂടെയോ ഒക്കെ തത്വബോധം വരുത്തി ജനത്തിന് മനസ്സിലാക്കിയെടുക്കുന്ന വിധത്തിൽ വിവിധ ഗ്രന്ഥങ്ങളിലേക്ക് അത് പകർത്തി എഴുതപ്പെട്ടു. അതില്ലായിരുന്നു എങ്കിൽ നമ്മളുടെ വേദഗ്രന്ഥങ്ങൾ പലതും ഇന്ന് നമുക്ക് അന്യമായി പോയതുപോലെ ഈ പ്രണവവേദവും നമുക്ക് ഹിന്ദുവിന് അന്യമായി പോയേനെ. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിൽ എല്ലാ സെമിറ്റിക് മതങ്ങൾക്കും ഒരു ഗ്രന്ഥം മാത്രമുള്ളപ്പോൾ, ഓരോ ഗ്രന്ഥങ്ങൾ മാത്രമുള്ളപ്പോൾ നമുക്ക് പറയപ്പെടാൻ കഴിയുന്നത് ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങളാണ്. ആ ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങളാണെങ്കിലോ ഒരു പൂന്തോട്ടത്തിൽ നിൽക്കുന്ന പൂച്ചെടികൾ പോലെ പരസ്പരം ബന്ധമുള്ളതും സുഗന്ധം പരത്തുന്നതുമായ, സൗഹൃദവും സമാധാനവും ശ്രേഷ്ഠതയും പരത്തുന്ന, എല്ലാവരും ഒന്നായി കാണാൻ കഴിയുന്ന വേദഗ്രന്ഥങ്ങൾ മാത്രമാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ പ്രണവവേദം അത് വിഭജിച്ചിട്ടാണ്, വിഭജിച്ചു എന്ന് പറയരുത്, ക്ഷമിക്കണം, അതിനെ തരം തിരിച്ച് അതിനെ എല്ലാവർക്കും പഠിക്കുന്നതിന് വേണ്ടി, മറ്റുള്ള കാര്യത്തിനും വേണ്ടി അതിനെ തത്വബോധേന ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചതുർവേദങ്ങളാക്കി വ്യാസ ഭഗവാൻ അതിനെ മാറ്റിയെടുത്തത്. അദ്ദേഹം ഒരു കുലത്തെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടോ ഒരു കുലത്തെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ടോ ചെയ്തതല്ല, എല്ലാ കുലങ്ങളെയും ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇതെല്ലാം ചെയ്തു വെച്ചത്. ഇപ്പോൾ അങ്ങ് രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ഇപ്പോൾ സമകാലികമായിട്ട് ഇപ്പോൾ ജാതീയമായി തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷകനാണ്. അദ്ദേഹം പറഞ്ഞത് ബ്രാഹ്മണർ സാക്ഷാൽ പരശുരാമൻ കൊണ്ടുവന്നതാണ്
എന്നുള്ള രീതിയിൽ പറയുകയും അത് ഇപ്പോൾ ചർച്ചാ വിഷയമാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വിശ്വകർമ്മനെ ആരെങ്കിലും കൊണ്ടുവന്നതാണോ, അല്ലെങ്കിൽ ഇതുപോലെ ബ്രാഹ്മണരെ പരശുരാമൻ കൊണ്ടുവന്നു എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണോ, അല്ലെങ്കിൽ അതെന്താണ്, അതിനെക്കുറിച്ചൊന്ന് പറയാം. വിശ്വകർമ്മൻ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി ആരംഭിച്ച കാലം മുതൽ ഋഷികുലമായി പഞ്ചഋഷികളിലൂടെ സപ്തഋഷികളിലൂടെ ഈ പ്രപഞ്ചത്തിലേക്ക് വന്നവരാണ്. എവിടെയെല്ലാം ധർമ്മമുണ്ടോ, എവിടെയെല്ലാം സനാതനം നിലനിൽക്കുന്നുണ്ടോ അതിലെല്ലാം വിശ്വകർമ്മരുടെ കരങ്ങൾ അത് വളരെ വ്യക്തമായി പതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വകർമ്മരെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടതോ അല്ലെങ്കിൽ കൊണ്ടുവരേണ്ടതോ ആവശ്യമില്ല. കാരണം ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ സൃഷ്ടികളും എല്ലാ നിർമ്മാണങ്ങളും വിശ്വകർമ്മരുടെ ആണ്. വിശ്വകർമ്മരാണത് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ വിഷയം വരുന്നത് രാഹുൽ ഈശ്വർ പറഞ്ഞ പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളമുണ്ടാക്കി, എന്നിട്ട് വടക്കേ ഇന്ത്യയിലോ ഏതോ വിദേശ രാജ്യത്തുനിന്നോ അദ്ദേഹത്തെ കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞത്. എന്തായാലും ആ ഒരു വലിയൊരു കുലത്തിൽ, ഒരു കുടുംബത്തിൽ, ഒരു നമ്പൂതിരി കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തോട് എനിക്ക് വളരെ സ്നേഹമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇത്തരം ചില വാക്കുകൾ അത് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറെന്ന് പറഞ്ഞ പോലെ അദ്ദേഹം പറയുന്നു എന്ന് മാത്രം. കാരണം ഈ പരശുരാമൻ മഴുവെറിഞ്ഞുണ്ടാക്കിയതാണ് കേരളമെങ്കിൽ അദ്ദേഹം എവിടെ നിന്നിട്ടാണ് ഈ മഴുവെറിഞ്ഞത് എന്ന് എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് അന്വേഷിക്കണം. കാരണം മഴുവെറിയണമെങ്കിൽ എവിടെയെങ്കിലും നിൽക്കണമല്ലോ. അപ്പോൾ പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളത്തെ സൃഷ്ടിച്ചാൽ ആ കേരളം കടലിന് അടിയിലായിരുന്നു. അപ്പോൾ പരശുരാമൻ എവിടെ നിന്നാണ് മഴുവെറിഞ്ഞത്, അതിനെക്കുറിച്ച് എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുകൂടി അദ്ദേഹം തന്നെ എന്തു ചെയ്യണം, നമുക്കൊന്ന് ബോധ്യപ്പെടുത്തി തരേണ്ടത് ആവശ്യമാണ്. ബ്രാഹ്മണ്യം ഇവിടെ വന്നത് ഇവർ കൊണ്ടുവന്നതല്ല, ബ്രാഹ്മണരെയും ഇവർ കൊണ്ടുവന്നത് അല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രാഹ്മണരെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരാൻ ബ്രാഹ്മണർ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം കേരളത്തിലല്ലാതെ മറ്റേത് സംസ്ഥാനത്തിലുള്ളത്? മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോറ്റിമാർ, അയ്യർമാർ, പട്ടർമാർ, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നത്. ബ്രാഹ്മണർ എന്ന പേരിൽ അല്ല. പക്ഷേ വിശ്വകർമ്മരെ ഭാരതത്തിൽ എവിടെ ചെന്ന് നോക്കിയാലും വിശ്വകർമ്മ അല്ലെങ്കിൽ വിശ്വബ്രാഹ്മണ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അത് എല്ലായിടത്തും അവരുള്ളതാണ്, അല്ലാതെയല്ല. ഇപ്പോൾ ഈ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ മുമ്പ് നടത്തി വന്നിരുന്ന ഒരു കാര്യം, ഈ മാമാങ്കമായി ബന്ധപ്പെട്ടിട്ട് തിരുനാവായയിൽ മാഘമകം. അപ്പോൾ അതിൽ ഇപ്പോൾ കുംഭമേള എന്ന പേര് മാറ്റി ഇപ്പോൾ ചെയ്യാൻ ഇരിക്കുന്നു. അത് സർക്കാർ തടഞ്ഞു എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അപ്പോൾ ഈ സന്യാസി വര്യനായ അങ്ങേക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച്? ഇത് ശരിക്ക് കേരളത്തിൽ ഇപ്പോൾ നടക്കേണ്ട സംഭവമാണോ, അല്ലെങ്കിൽ അതിനെ എതിർക്കേണ്ട കാര്യമുണ്ടോ? ഹിന്ദു എവിടെ ഒന്നിക്കാനൊരവസരം ലഭിക്കുന്നുവോ ആ സ്ഥലങ്ങളിലെല്ലാം ഹൈന്ദവർ ഒരുമിച്ച് നിൽക്കണം. അതിനുവേണ്ടി ആചാരാനുഷ്ഠാനങ്ങൾ ശക്തമായി പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട കാലഘട്ടമാണ് ഈ കലിയുഗം. നാമജപങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ദാനധർമ്മങ്ങൾക്കും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സമയമാണ്. വേദങ്ങൾ പഠിപ്പിക്കുന്ന അതാണ്. കലിസന്തോർണപുരുഷത്തിൽ തന്നെ പറയുന്നത് ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാനാണ് പറയുന്നത് മോക്ഷത്തിന് വേണ്ടി. അപ്പോൾ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ പിതൃക്കൾക്ക് വേണ്ടി തർപ്പണം ചെയ്യുന്ന ഒരു പ്രധാന വേദിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ക്ഷേത്രത്തെ അവിടെ എല്ലാ വർഷവും നടക്കാറുള്ള മാഘമകം അത് കൂടുതൽ, കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു, വളരെ ഗംഭീരമായ രീതിയിൽ. അപ്പോൾ ഇത് വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ആചാരാനുഷ്ഠാനമാണ്. അതിനെ തകർക്കാനായി പലരും ശ്രമിച്ചിരുന്നു. പക്ഷേ അതിനെയെല്ലാം തകർത്തുകൊണ്ട്, അവരുടെ ചിന്തകളെ മാറ്റിച്ചുകൊണ്ട്, അത് നമ്മുടെ ശബരിമലയിലുണ്ടായിരുന്ന മുൻ മേൽശാന്തി സുധീർ തന്ത്രിയുടെയൊക്കെ നേതൃത്വത്തിൽ വളരെ ഗംഭീരമായി കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയിരുന്നു. അപ്പോൾ ഈ വർഷവും അത് അതേ രീതിയിൽ തന്നെ നടക്കേണ്ടതാണ്. എന്നാൽ നമ്മുടെ ജുന അഖാഡയുടെ ശ്രീ പഞ്ചദശനാമി ജുന അഖാഡയുടെ മഹാമണ്ഡലേശ്വരായി സ്ഥാനാരോഹണം ചെയ്യപ്പെട്ട സ്വാമി ആനന്ദവനം ഭാരതി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അത് ഒരു കുംഭമേളയായി ഉയർത്തിക്കൊണ്ടുവന്ന്, മാഘമകം എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ കേരളത്തിൽ അതൊരു വലിയൊരു ആചാരമായി അത് ഉയർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ അദ്ദേഹം അങ്ങനെ അത് ഏറ്റെടുത്ത്, അദ്ദേഹവും തിരൂർ ദിനേശ് ജിയൊക്കെ ചേർന്ന് വളരെ നല്ല രീതിയിൽ അതിനെ ഉയർത്തിക്കൊണ്ടുവന്ന് ഹിന്ദുവിനെ ഒന്നിപ്പിക്കാൻ, ധർമ്മപാതയിലേക്ക് നടത്തുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി കൊണ്ടുവന്ന ഒരു ഇതായിട്ടാണ്
ഇത്. അതിനെ കുംഭമേള എന്ന പേരിലാണ് അവർ പ്രൊമോട്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇതിനു മുൻപ് 2021 മുതൽ ആദിശങ്കര അദ്വൈത അഖാഡയും മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജും ഞാനുമെല്ലാം ചേർന്ന് ഞങ്ങൾ 1200 വർഷങ്ങൾക്ക് ശേഷം കാലടിയിൽ ശങ്കരാചാര്യ ഭഗവത്പാദരുടെ കാലിൽ മുതല പിടിച്ച ആ മുതലക്കടവിൽ വെച്ച് 2021 ഞങ്ങൾ ഒരു ലഘുപുഷ്കർ കുംഭമേള നടത്തുകയും അത് അവിടെ ആരതി കാണിക്കുകയും ചെയ്തു. 100 കണക്കിന് സന്യാസിമാർ പങ്കെടുത്ത ഒരു പരിപാടിയാണ്. അതിനുശേഷം 2025 വരെ 2025 തിരുവല്ലാമലയിൽ ഭാരതപ്പുഴയിൽ ഞങ്ങൾ വലിയ തോതിൽ ഒരു പരിപാടി ഇതുപോലെ തന്നെ 130ഓളം സന്യാസിമാരും ആയിരക്കണക്കിന് ഭക്തജനങ്ങളും പങ്കെടുത്ത ഒരു പരിപാടിയാണ്. അവിടെ ആ പുണ്യതീർത്ഥം അതിലേക്ക് നദിയിലേക്ക് ഒഴിക്കുന്ന ആ ചടങ്ങ് അതിന് നേതൃത്വം കൊടുത്തത് വിശ്വബ്രാഹ്മണ ആചാര്യ സമിതിയിലെ ആചാര്യന്മാരാണ്. അങ്ങനെ എല്ലാ സമുദായങ്ങളെയും എല്ലാ കുലങ്ങളെയും ഒന്നിച്ചു ചേർത്ത് നദികളെ സംരക്ഷിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന തത്വം പ്രചരിപ്പിച്ചുകൊണ്ടാണ് 7ഓളം കുംഭമേളകൾ സംഘടിപ്പിച്ചത്, ലഘു കുംഭമേളകൾ. പക്ഷേ ഇത് വിപുലമായ രീതിയിൽ നമ്മുടെ ആനന്ദവനം ജിയുടെ നേതൃത്വത്തിൽ വളരെ മനോഹരമായ രീതിയിൽ ചെയ്യാൻ വന്നത് തടയാൻ ശ്രമിച്ചു. അത് ഒരു അബദ്ധമായിട്ടാണ് അവർക്കിപ്പോൾ അനുഭവപ്പെടുന്നത്. കുംഭമേള നടക്കേണ്ട സമയത്ത് കൃത്യസമയത്ത് അവിടെ തന്നെ നടന്നിരിക്കും. ഇതിൽ വേറൊരു കാര്യമുള്ളത്, കുംഭമേള നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അങ്ങേപോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ അങ്ങേപോലെയുള്ള ആളുകൾ വളരെ ഇഷ്ടപ്പെടുന്ന പലരും പറയുന്ന ഒരു കാര്യം, ഇത് സർക്കാരിൻ്റെ അനുമതി എന്തിനാണ് സന്യാസിമാർക്ക് ആവശ്യം, അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനോട് അങ്ങ് യോജിക്കുന്നുണ്ടോ? ഇല്ല എന്ന് പറയില്ല. കാരണം ഭാരതത്തിൻ്റെ നമ്മൾ ഒരു ജനാധിപത്യ രാജ്യമായിട്ട് ഭാരതത്തെ മാറ്റി. ജനാധിപത്യ രാജ്യമായി ഭാരതത്തിനെ മാറ്റി കഴിഞ്ഞപ്പോൾ ഭാരതത്തിനൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയെ നമ്മളെല്ലാവരും ബഹുമാനിക്കണം, ആദരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ആ ഭരണഘടനയെ ബഹുമാനിച്ചും ആദരിച്ചും പോകുമ്പോൾ അതിൻ്റെ നിയമങ്ങളും നമുക്ക് ബാധകമാണ്. അവിടെ കുംഭമേള നടക്കാൻ ആഗ്രഹിച്ചിരുന്ന അതിന് തുടക്കമിട്ട സമയത്ത് ദേവസ്വം മന്ത്രി അടക്കമുള്ളവരെ കണ്ട് അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ കൊടുത്ത ആ ഒരു വലിയ പ്രോത്സാഹനവും അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ രക്ഷാധികാരിയായിട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ ഒരു കുംഭമേളയെ അവിടെ നടത്താതിരിക്കാൻ വേണ്ടി അതിൻ്റെ പണികൾ ഒരു ഇത്രത്തോളം നീങ്ങി അതിൻ്റെ സ്കെച്ചും പ്ലാനും അതിൻ്റെ കാര്യങ്ങളുമെല്ലാം താൽക്കാലിക പാലവും അടക്കമുള്ളത് അത് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നീക്കി പണികളൊക്കെ നടത്തിക്കോളൂ, പെട്ടെന്ന് തന്നെ വേഗം കാര്യങ്ങൾ ചെയ്യൂ, സുരക്ഷിതമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞ് ഭരണാധികാരികൾ, പോലീസ് അടക്കമുള്ളവർ വളരെ ശക്തമായി സജീവമായി മുന്നോട്ട് നിന്നിരുന്ന സമയത്ത് ഇടയ്ക്ക് ഒരാൾ ഓടി വന്നിട്ട് പറയുകയാണ് ഇതിന് സ്റ്റേ ഓർഡറാണ് അല്ലെങ്കിൽ ഇതിന് ഇഞ്ചക്ഷൻ ഇത് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനോട് നമുക്ക് ആർക്കും യോജിക്കാൻ സാധ്യമല്ല. ശരിക്കും സന്യാസിമാർക്ക് എവിടെ പരിപാടി നടത്താൻ ധർമ്മവിരുദ്ധമായ ഒരു പരിപാടി സന്യാസി എന്നല്ല ആര് ചെയ്താലും തെറ്റാണ്. പക്ഷേ അവരുടെ ആചാരവും അനുഷ്ഠാനവും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം, അതിനുവേണ്ടി നടക്കണം. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് അങ്ങപ്പോൾ ഒരു എഴുത്തിലാണ് ഒരു വേദം എഴുതിക്കൊണ്ടിരിക്കുകയാണ് കലികാലത്തിനെ ബേസ് ചെയ്തിട്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഈ ഒരു കലാസൃഷ്ടികളാണെങ്കിലും അല്ലെങ്കിൽ സാഹിത്യപരമായിട്ടുള്ള മേഖലകളാണെങ്കിലും കുട്ടികൾ പഠിക്കുന്ന പഠന വിഷയങ്ങളാണെങ്കിലും എവിടെയും ഈ ഒരു സമുദായത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവരിൽ നിന്ന് ഉയർന്ന് വരുന്ന അല്ലെങ്കിൽ അവരുടെ കലാസൃഷ്ടികൾ കുട്ടികൾ പഠിക്കുന്നില്ല എന്നൊരു തോന്നലുണ്ട്. ഇനിയിപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഈ ഒരു സമുദായത്തെ അടിച്ചമർത്തുന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടിൽ ആണ് വരുന്നത്. ഇപ്പോൾ കൊട്ടാരം ശങ്കുണ്ണി എന്ന് പറയുന്ന ഒരാളുടെ ഒരു ഐതിഹ്യമാല എന്ന് പറയുന്ന ആ ഒരു കൃതിയിലാണ് പെരുന്തച്ഛൻ എന്ന് പറയുന്ന ഒരു സൃഷ്ടി വരുന്നതും അത് മകനെ കൊല ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുന്നു. അത് പിന്നീട് ഒരു കാലഘട്ടം കഴിയുമ്പോൾ മലയാളത്തിൻ്റെ പ്രമുഖനായ ഒരു എഴുത്തുകാരൻ MT വാസുദേവൻ നായർ അത് എഴുതി സിനിമയാക്കുന്നു. അപ്പോഴും ജനങ്ങളുടെ ഇടയിൽ എത്തുന്ന ഒരു സന്ദേശം എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഇമേജാണ്. അത് ഇത്തരം ആളുകളെ ബാധിച്ചിട്ടുണ്ടോ അതോ അത് ഒട്ടും തന്നെ ബാധിക്കാതെ പോയതാണോ? എങ്ങനെയാണ് അതിനെ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ അങ്ങ്? ഈ കൊട്ടാരത്തിൽ ശങ്കുണ്ണി നമ്മൾ അദ്ദേഹത്തെ ആദരിക്കും ബഹുമാനിക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെതായ സാഹിത്യബോധത്തിൽ അദ്ദേഹം രചിച്ചു വെച്ച കുറേ കാര്യങ്ങളാണ്, എഴുതിയ കുറേ വിഷയങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ആ ഗ്രന്ഥത്തിലുള്ളത്. പെരുന്തച്ഛൻ എന്ന സിനിമ അത് MTയുടെ ഒരു കഥയിലൂടെ പുറത്തു വന്നതാണ്. കഥയ്ക്ക് വേണ്ടി സത്യങ്ങളെ വളച്ചൊടിക്കാനും അല്ലാതെയാക്കാനും പലർക്കും സാധിക്കാം. ഇപ്പോൾ വിശ്വകർമ്മ കുലത്തെ അവഹേളിക്കുന്നതിന് വേണ്ടി ഒരു ഹാസ്യരൂപേണ ചിത്രീകരിച്ച ഒരു ചിത്രമാണ് പൊന്മുട്ടയിടുന്ന താറാവ്. അതിൻ്റെ ആദ്യ പേര് പൊന്മുട്ടയിടുന്ന തട്ടാനെന്നായിരുന്നു. ഇതിനെതിരെ പരാതി കൊടുക്കുകയും
അങ്ങനെ പൊന്മുട്ടയിടുന്ന തട്ടാൻ എന്നുള്ള പേര് മാറ്റി പൊന്മുട്ടയിടുന്ന താറാവ് എന്നാക്കി മാറ്റേണ്ട സ്ഥിതി വന്നു. അപ്പം ഞാൻ പറഞ്ഞത് ഇതുപോലെ വിശ്വകർമ്മ കുലത്തെ അതുപോലെ ഹരിജൻ എന്ന് പറഞ്ഞ് ദളിതരെന്ന് പറഞ്ഞ് കുറേ ആളുകൾ അപമാനിച്ച് അവർ താഴ്ന്ന ജാതിക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ അപമാനിച്ചുകൊണ്ട് കുറേ സിനിമകൾ, അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ പല രീതിയിലും പുറത്തു വരുന്നുണ്ട്. നായർ വിഭാഗത്തിൽ, നമ്പൂതിരി വിഭാഗത്തിൽ, ബ്രാഹ്മണർ എന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽ പെടുന്നവരൊക്കെ സവർണ ആധിപത്യം പുലർത്തുന്നവരാണ്. അവർ മറ്റുള്ളവരുടെ സ്ത്രീകളെ താഴ്ന്നവരായ ഒരു ഭാഗത്തെ ചിത്രീകരിച്ച് അവരുടെ സ്ത്രീകളെ ഉപയോഗിക്കാൻ അധികാരമുള്ളവരാണെന്ന് കാണിച്ചുകൊണ്ട് ഹിന്ദുത്വത്തെ ഏതു വിധത്തിലും തകർക്കാൻ ശ്രമിക്കുന്ന കുറേ എഴുത്തുകളും ലേഖനങ്ങളും സിനിമകളും ചരിത്രങ്ങളുമൊക്കെ ഇതുപോലെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഹരീഷ് എന്ന് പറഞ്ഞ ആൾ മീശ എഴുതി, അതുപോലെ നമ്മുടെ ഒരു ടീച്ചർ, ഒരു സഖാവ്, അവരെഴുതി സ്ത്രീകൾ ക്ഷേത്രങ്ങളിൽ പോകുന്നത് ശരീരം പ്രദർശിപ്പിക്കാനാണെന്ന് എഴുതി. അപ്പോൾ ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനും ഇവർക്കൊക്കെ അവാർഡ് കൊടുക്കാനും നാളെ വേടൻ്റെ പാട്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളാണ്. അപ്പം നാളെ ഇവരൊക്കെ ആരായി തീരാം? ഈ വേദങ്ങളൊക്കെ എഴുതിയ ആളുകൾക്ക് മുകളിലായി തീരാം. അപ്പം യഥാർത്ഥത്തെ പഠിപ്പിക്കുന്ന ആരുമില്ല, പ്രചരിപ്പിക്കാൻ ആരുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഹൈന്ദവ സമാജത്തിലുള്ള ഓരോ കുലങ്ങളും ഗോത്രങ്ങളും, ജാതി എന്ന് ഞാൻ ഇതിന് ഒന്നിനെയും പറയില്ല, ജാതി എന്നത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട രീതിയിൽ വന്നിരിക്കുന്ന ഒരു വ്യാഖ്യാനമാണ്. അത് ദുർവ്യാഖ്യാനത്തിൻ്റെ ഫലമാണ്. എല്ലാം സമുദായങ്ങൾ, കുലങ്ങളാണ്, ഗോത്രങ്ങളാണ്, വംശങ്ങളാണ്. അത് കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേദങ്ങൾ പഠിപ്പിക്കുന്ന പോലെ രൂപീകൃതമാണ്. ഒന്നിനെയും അയിത്തം പറഞ്ഞ് അകറ്റി നിർത്താൻ വേദങ്ങൾ പഠിപ്പിക്കുന്നില്ല. ഒരു വേദത്തിലും അതില്ല. ഏതെങ്കിലും വേദത്തിൽ അത് അങ്ങനെ ഉണ്ട് എന്ന് തെളിയിച്ചാൽ അന്ന് ഈ വസ്ത്രം ഊരി വെച്ചിട്ട് പോകാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ ഇതിന് ഈ MTയിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ അദ്ദേഹം എഴുതിയ പെരുന്തച്ചൻ എന്ന് പറയുന്ന ആ ഒരു കഥ ഇപ്പോഴും ഈ 2026 കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ പഠിക്കുമ്പോൾ അവർ കാണുന്ന ഒരു ഇമേജ് ഉണ്ട്. വിശ്വകർമ്മൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പെരുന്തച്ചൻ എന്നുള്ള രീതിയിൽ ഒരു ഗൃഹനിർമ്മാണം ചെയ്യുന്ന ആൾ, ക്ഷേത്രം നിർമ്മിക്കുന്ന ഒരാൾ, അവർക്ക് കുട്ടികളുണ്ടാവുന്ന ഒരു ഇമേജ് വേറെയാണ്. അപ്പോൾ അതിന് ഈ ഒരു കൃതി കാരണമാവുന്നുണ്ടോ? അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് ഇപ്പോൾ ടീച്ചർമാർ പഠിപ്പിക്കുകയാണെങ്കിലും പറയുന്നത് മകനെ കൊന്ന ഒരച്ഛൻ, മകനെ കൊന്ന അച്ഛൻ്റെ കഥയാണ് പെരുന്തച്ഛൻ്റെ കഥ എന്നുള്ള രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. സത്യത്തിൽ അത് അങ്ങനെയാണോ? അങ്ങനെ ഒരു അച്ഛനാണോ പെരുന്തച്ഛൻ? അല്ലെങ്കിൽ ആ രീതിയിൽ അറിയപ്പെടുന്നവനാണോ പെരുന്തച്ഛൻ? ഇത് ഈ ഒരു കമ്മ്യൂണിസത്തിൻ്റെ ഭാഗമായിട്ട് എഴുതപ്പെട്ട ഒരു സംഭവമാണോ? എങ്ങനെയാണ് അതിനെ ശരിക്കും കാണേണ്ടത്? ആ കഥയുടെ വശങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ആ പെരുന്തച്ഛൻ എന്നുള്ള നോവൽ അത് ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഇവിടെ പുസ്തകങ്ങളുടെ ഇടയിൽ അതുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന രീതി വെച്ച് നോക്കിയാൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന ആശയത്തിൽ യാതൊരു കാരണവശാലും ഈ രീതിയിലല്ല അദ്ദേഹം അത് കണ്ടിരിക്കുന്നത്. കാരണം ധർമ്മിഷ്ഠനായ ഒരച്ഛൻ അധർമ്മത്തിലൂടെ ഒരു ഇല്ലത്തെ ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്ന മകനെ അതിൽ നിന്ന് പിന്മാറ്റാൻ ശ്രമിക്കുന്നതും ഒടുവിൽ തൻ്റെ കുലത്തിന് ദോഷമായി കുലാചാരധർമ്മത്തെ വിട്ടുകൊണ്ട് ഭഗവത്ഗീതയിലും നമ്മുടെ കുളാർണവതന്ത്രത്തിലുമൊക്കെ പറയുന്ന പോലെ, കുളാർണവതന്ത്രമൊക്കെ വിശ്വകർമ്മ കുലവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം അങ്ങനെയുള്ള ആ ഗ്രന്ഥത്തിലൊക്കെ പറയുന്നത് പോലെ ഒരു ഗീതവാക്യങ്ങൾ പോലെ സങ്കരവർഗം ഉണ്ടാകാതിരിക്കാൻ, സങ്കരവർഗം ഉണ്ടായാൽ ധർമ്മം നശിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തൻ്റെ മകനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും അതിനോടുള്ള ബന്ധത്തിൽ ആ പിതാവ് അദ്ദേഹം ചെയ്തിരുന്ന തൊഴിലിനോടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിന് സംഭവിച്ച പെട്ടെന്ന് മനസ്സിൽ വന്ന ആ ഒരു ചിന്തയുടെ വിഭ്രാന്തിയുടെ ആ ഇതിൽ വന്നിരിക്കുന്ന ഒരു പാതകമായിട്ടാണ് മാത്രമേ അതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ അച്ഛനേക്കാൾ വലിയ മകനാകും, അതുകൊണ്ട് അവനെ തടഞ്ഞേ പറ്റൂ എന്ന് ഒരച്ഛനും ആഗ്രഹിക്കുന്നതല്ല. അതിന് ഏറ്റവും വലിയൊരു തെളിവ് എൻ്റെ ഗുരുനാഥനാണ്, മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ്. അദ്ദേഹം ഇന്നിരിക്കുന്ന സ്ഥാനം, അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനത്ത് ഇന്ന് നമ്മുടെ കേരളത്തിലോ ദക്ഷിണ ഭാരതത്തിലോ
ഒരു സന്യാസിയുമില്ല. നിരവധി 6ഓളം ഭാഷകൾ, അതുപോലെ 400ഓളം വിമാനയാത്രകൾ നടത്തി, 39ഓളം രാജ്യങ്ങൾ സന്ദർശിച്ചു. അതുപോലെ അദ്ദേഹം 9 രാജ്യങ്ങളിൽ അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠകൾ നടത്തി, വേദങ്ങൾ, വേദാന്തം ഇതിൻ്റെ പഠനങ്ങളെല്ലാം നടത്തി. വാസ്തുശാസ്ത്രം, ജ്യോതിഷം, താന്ത്രികം, വൈദികം, വൈദ്യശാസ്ത്രം, ഇത് പഞ്ചശാസ്ത്രങ്ങളിലെല്ലാം അദ്ദേഹത്തിനുള്ള കഴിവ്. നിരവധി ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠാകർമ്മങ്ങൾ നടത്തിയിരിക്കുന്നു. 200-ലധികം സന്യാസ ശിഷ്യന്മാരുണ്ട്. അദ്ദേഹം 600-ലധികം ചണ്ഡികായാഗങ്ങൾ, അതുപോലെ 400-ലധികം ശ്രീരുദ്ര മഹായജ്ഞങ്ങൾ, ഇതൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തോട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു 61ാമത്തെ ശിഷ്യനായ എന്നെ അദ്ദേഹം ഏതെല്ലാം വിധത്തിൽ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉയർത്താൻ കഴിയുമോ അതുപോലെ തൻ്റെ ശിഷ്യരെ, മകൻ്റെ സ്ഥാനമാണ്. ഒരു സന്യാസി ഒരാൾക്ക് ദീക്ഷ കൊടുത്താൽ അദ്ദേഹം മകനാണ്, അപ്പോൾ എൻ്റെ അച്ഛനാണ് അദ്ദേഹം. അപ്പോൾ അത്രയുള്ള ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് അദ്ദേഹം ഓരോരുത്തരും ഉയർത്തി തൻ്റെ കുടുംബത്തിലേക്ക്, തൻ്റെ മക്കളായി ശിഷ്യരായി വന്നിരിക്കുന്നവരെ ഓരോരുത്തരും ഉയർത്താനാണ് അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശിഷ്യ തന്നെയാണ് മാതാജി ദേവി സംഗമേശാനന്ദ സരസ്വതി, ഇന്ന് വേദപണ്ഡിത. അതെല്ലാം ആ ഗുരുവിൻ്റെ ആ ഒരു അനുഗ്രഹത്താലും കരുണയാലും ലഭിച്ചിരിക്കുന്ന, തന്നേക്കാൾ വലിയവരാവണം തൻ്റെ ശിഷ്യർ എന്ന് പഠിപ്പിക്കുന്ന, സംസ്കാരത്തെ പഠിപ്പിക്കുന്ന സനാതനത്തിൻ്റെ ആ ധർമ്മത്തിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ തച്ചനും പെരുന്തച്ചനും ഒക്കെ. അങ്ങ് പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അങ്ങയെ പ്രോത്സാഹിപ്പിക്കുന്ന കൂടുതൽ പേരും അവരുടെയൊക്കെ രാഷ്ട്രീയ കാഴ്ചപ്പാട് ഒരു ഭാരതീയൻ അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വവാദം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മാത്രമല്ല ഭാരതം ഹിന്ദുവിൻ്റെ ആണ് എന്നവർ വളരെയധികം മുറവിളി കൂട്ടുന്നുണ്ട്. അപ്പോൾ ശരിക്ക് ഭാരതം ഹിന്ദുക്കളുടേതാണോ, അല്ലെങ്കിൽ ഹിന്ദുക്കൾ മാത്രം ഉണ്ടാവേണ്ട സ്ഥലമാണോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലോട്ട് ഇത്തരത്തിലുള്ള സന്യാസ വര്യന്മാർ പ്രവർത്തനം ഉണ്ട് എന്നൊക്കെ പറയുന്നത് അത് വെറുതെ പറയുന്നതാണോ, അല്ലെങ്കിൽ അതിൽ വലിയ സത്യവുമുണ്ട്? ഭാരതം എന്നത് ഒരു ധർമ്മരാഷ്ട്രമാണ്. അതായത് സർവധർമ്മ സമഭാവന എന്ന ഒരു വലിയ തത്വത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു രാജ്യം. ഇതുപോലെ ഒന്ന് ഈ ഭൂഗോളത്തിനുള്ളിൽ നമുക്കൊരു സ്ഥലത്തും കാണാൻ സാധ്യമല്ല. ഏത് ഭൂഖണ്ഡം എടുത്ത് നോക്കിയാലും അവിടെയെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എഴുതി വെച്ച മതത്തിൻ്റെതായ ഗ്രന്ഥങ്ങളെ പഠിപ്പിച്ച് പോകുന്ന രാജ്യങ്ങളാണ്. പക്ഷേ ഭാരതം എന്നത് ഒരു വെറും, നമ്മൾ ആ പാട്ടിൽ പറയുന്നതല്ല, ഭാരതം എന്നാൽ പാരി നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല എന്ന് പറയുന്നത് പോലെ ഇത് വെറും ഒരു ഹിന്ദു മാത്രം താമസിക്കുന്ന രാജ്യമായി തീരാനല്ല ഇത് ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നത്. ഗാന്ധി പറഞ്ഞതുപോലെ അദ്ദേഹം രാമരാജ്യം ഉണ്ടാക്കാൻ ശ്രമിച്ചു, അല്ലേ? രാമരാജ്യമാണ് എൻ്റെ ലക്ഷ്യം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് രാമനുള്ള രാജ്യം രാമരാജ്യമാണ്, എല്ലാവരും രാമനാവണം എന്ന ആ ചിന്തയാണ് അദ്ദേഹം കൊണ്ടുവന്നത്. അപ്പോൾ ഹിന്ദു രാഷ്ട്രത്തിൽ, ഈ ഹിന്ദു രാജ്യം എന്ന് പറഞ്ഞ ഈ രാഷ്ട്രത്തിൽ താമസിക്കുന്നവരെല്ലാം ഹിന്ദുക്കൾ തന്നെയാണ്. അത് മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും അവരെല്ലാം എന്താണ്, ഒരു നിശ്ചിത പ്രായത്തിനുള്ളിൽ മാമോദീസ മുങ്ങിയോ അല്ലെങ്കിൽ സുന്നത്ത് കർമ്മങ്ങൾ ചെയ്തോ മറ്റ് മന്ത്രങ്ങളിലൂടെയോ ഒക്കെ അവർ അങ്ങനെ ആയി മാറുന്നതാണ്. ജനിക്കുമ്പോൾ ഹിന്ദു ആയിട്ട് ജനിക്കുന്നുള്ളൂ. ഇപ്പോൾ അങ്ങ് ഈ പറഞ്ഞ ഒരു കാര്യം, ഇപ്പോൾ അടുത്ത് നടന്നൊരു സംഭവം, ഈ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ടിട്ട് ഈ അതിന് വെച്ചിരുന്ന അലങ്കാരങ്ങളും ക്രിസ്മസ് അപ്പൂപ്പനെയൊക്കെ ആളുകൾ വന്ന് തകർക്കുന്ന ഒരു ദൃശ്യം ഭാരതത്തിലെ ജനങ്ങൾ കണ്ടതാണ്. അപ്പോൾ അതൊരു ഫാസിസത്തിൻ്റെ, അല്ലെങ്കിൽ ഇവിടെ ഹിന്ദു ആചാരങ്ങൾ മാത്രം മതി എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ അങ്ങ് പറഞ്ഞ പോലെ എല്ലാവരുടെയും ഭാരതമാണെങ്കിൽ അവർക്കും കൂടെ ഒരു സ്വാതന്ത്ര്യമില്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്? ഹിന്ദുവിൻ്റെ പേരിൽ ഹിന്ദു എന്ന ആ ധർമ്മവാക്യത്തെ യഥാർത്ഥമായ തത്വത്തെക്കുറിച്ച് ആ തത്വത്തെ യഥാർത്ഥമായ രീതിയിൽ പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്താൻ ഹിന്ദു വിരുദ്ധ ശക്തികളാണ് അത്തരം പ്രവർത്തികൾ ചെയ്തിരിക്കുന്നത്. അതവസാനം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ഹൈന്ദവ സംഘടനകളൊന്നും തന്നെയല്ല അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്
മറ്റു പലരുമാണ്. അത് തമ്മിലടിപ്പിക്കാൻ, ഹൈന്ദവ സമൂഹത്തെ, ഹിന്ദുവിനെ തമ്മിലടിപ്പിക്കാൻ കുറേ ചെറുപ്പക്കാരെ അതിനുവേണ്ടി മദ്യം കൊടുത്തും മയക്കുമരുന്ന് കൊടുത്തും മറ്റ് പല പ്രോത്സാഹനങ്ങൾ കൊടുത്തും വാഗ്ദാനങ്ങൾ നൽകിയുമൊക്കെ അവരെ അതിന് പ്രേരിപ്പിച്ച് പറഞ്ഞു വിടുക. പേര് ചിലപ്പോൾ ഹിന്ദു നാമധാരികളാവാം. അപ്പോൾ ഒരു ഹിന്ദു നാമധാരി യഥാർത്ഥത്തിൽ പേര് ശിവനെന്നാണെങ്കിൽ അവൻ വിശ്വസിക്കുന്നത് കമ്മ്യൂണിസമാണെങ്കിൽ അവൻ ഹിന്ദു ആവുമോ? കാരണം കമ്മ്യൂണിസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരുത്തൻ ഒരു MLA ആയാലോ MP ആയാലോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റ് മെമ്പറോ ആയാൽ പോലും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ദൈവനാമത്തിൽ ചെയ്യാൻ പാടില്ല എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ഈ തൊട്ടടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ തിരുവനന്തപുരത്ത് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തവർക്കെതിരെ പരാതി കൊടുത്ത ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ, അല്ലേ? വായിച്ചിട്ടില്ലേ? അപ്പോൾ അതിനെതിരെയുള്ള ഒരു പ്രചരണമാണ് പലരും ചെയ്യുന്നത്. അപ്പോൾ ഒരു യഥാർത്ഥ ഹിന്ദു എന്താണെന്ന് അറിയുന്നവൻ ഇത്തരം പ്രവർത്തികൾ ചെയ്യില്ല എന്നാണ് അങ്ങ്. യഥാർത്ഥ ഹിന്ദു ഒരു മതത്തെയും അല്ലെങ്കിൽ ഒരു സംസ്കാരത്തെയും ഒരു വിശ്വാസത്തെയും അപമാനിക്കുകയോ തകർക്കുകയോ അതിനെ അവഹേളിക്കുകയോ ചെയ്യില്ല. ഈ യഥാർത്ഥ ഹിന്ദുവിനെ തിരിച്ചറിയാൻ പാകത്തിന് ഇന്ന് ഭാരതത്തിൽ ഹിന്ദുക്കളുടെ ആ ഒരു അവയർനെസ് ഇല്ലാതെ വരുന്നുണ്ടോ? ഉണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ. അത് വലിയ ഒരു ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ചോദ്യമാണ്. കാരണം ഒരു ഹിന്ദു ആവുക എന്ന് പറഞ്ഞാൽ ഒരുപാട് അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും വേണം. ഒരു ക്രിസ്ത്യാനി ആവണമെങ്കിൽ മാമോദീസ മുങ്ങി പള്ളിയിൽ കൃത്യമായി അവരുടെ ആ ഒരു ദശാംശം അടച്ച് കൃത്യമായി പള്ളിയിൽ സൺഡേ സ്കൂളിൽ പോയി പഠിച്ചാൽ അല്ലെങ്കിൽ അവിടെ നിന്ന് കുർബാന ചൊല്ലിയാൽ അവനത് മതി. മാസത്തിലെന്തോ പോയി കുമ്പസാരിക്കണം. ഇസ്ലാം ആകണമെങ്കിൽ അവന് കൃത്യമായി പള്ളിയിൽ 5 നേരം നിസ്കാരമുണ്ട്, വെള്ളിയാഴ്ചകളിൽ മുടങ്ങാതെ ചെല്ലണം. അത് ചെയ്താൽ അവൻ മുസ്ലിമായി. ഇവർക്കൊക്കെ ഖബർസ്ഥാൻ അല്ലെങ്കിൽ സെമിത്തേരി എന്ന ഒരു സംസ്കാരമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇവരിൽ ഭൂരിപക്ഷ ആളുകളും ഭയത്തോടെ ഇവരുടെ വിശ്വാസത്തെ കണ്ട് അങ്ങനെ പോകുന്നത്. പക്ഷേ സനാതന സംസ്കാരത്തിൽ ഹിന്ദുവിന് ഈ സെമിത്തേരി സംസ്കാരം ഇല്ലാത്തത് കൊണ്ട് അവനൊന്നിനും ഭയമില്ല. അവന് ഏതിലും വിശ്വസിക്കാം, ഏതിലും പ്രാർത്ഥിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ സന്യാസിയായ ഞാൻ പോലും പറയുന്നു യേശുക്രിസ്തുവിനെ നമ്മൾ യേശുവേ നമ എന്ന് പറയുന്നതുകൊണ്ട് എന്താ ദോഷം? കാരണം ക്രിസ്തുദേവൻ സമൂഹത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ബൈബിൾ, ആ ബൈബിളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. എൻ്റെ ഇവിടെ നമ്മുടെ ആശ്രമത്തിലുണ്ട്. വളരെ പവിത്രതയോടുകൂടി ഞാൻ സൂക്ഷിക്കുന്ന ഖുറാനും ബൈബിളുമൊക്കെ. അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന യേശുദേവൻ കൊടുത്തിരിക്കുന്ന ഉപദേശങ്ങളെല്ലാം വളരെ സാത്വികമായ നല്ല നിർദ്ദേശങ്ങളാണ്. ലോകത്തിൻ്റെ അറ്റത്തോളം പോയി നന്മയുടെ സുവിശേഷം അറിയിപ്പീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആരെയും മതം മാറ്റാൻ എന്ത് ചെയ്തിട്ടില്ല, അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇപ്പം അങ്ങ് ഇപ്പോൾ ഈ പറഞ്ഞതിൽ തന്നെ പറഞ്ഞു, ഇപ്പോൾ ഹിന്ദു വിഭാഗത്തിൽ വേർതിരിവുകളുണ്ട് എന്നുള്ളത്. ഇപ്പം അങ്ങ് സംസാരിക്കുന്ന കാര്യങ്ങൾ രാഷ്ട്രീയമായിക്കോട്ടെ സാമൂഹികപരമായ കാര്യങ്ങളായിക്കോട്ടെ, ഈ വിഭജനം ഹിന്ദുക്കളുടെ ഇടയിൽ ജാതി വിഭജനമായി നിലനിൽക്കുമ്പോൾ ഈ വിശ്വകർമ്മജരായിട്ടുള്ള ആളുകൾ ഇന്ന് പൊതുസമൂഹത്തിൽ ഒരു മന്ത്രിയായിട്ടോ അല്ലെങ്കിൽ ഒരു MLA ആയിട്ടോ അല്ലെങ്കിൽ അവരെ അങ്ങനെ കാണാൻ ആളുകൾ താല്പര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവരെ അങ്ങനെ ആക്കാൻ ഈ പറയുന്ന ഒരു സമുദായത്തിന് കഴിയുന്നില്ല എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വിശ്വകർമ്മ ആചാര്യന്മാരുടെ കാര്യം എടുത്ത് നോക്കിയാലും അവരെ ഒരു ആചാര്യന്മാരായിട്ട് ഇന്നും പലപ്പോഴും ആളുകൾ കാണാൻ മടിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് വേറൊരു മുഖമാണ് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ ഹൈന്ദവ സമൂഹത്തിൽ വിശ്വകർമ്മ കുലത്തെ ഒരു ഉന്നതമായ സ്ഥാനത്തേക്കും കൊണ്ടുപോകാതിരിക്കാൻ ഇന്ന് പലരും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഹൈന്ദവ കുലത്തിലുള്ള ആത്മീയ ആചാര്യന്മാരെ, ഇപ്പോൾ എന്നെപ്പോലുള്ളൊരു സന്യാസി എന്നോടൊരാൾ ഒരിക്കലും ചോദിച്ചു, സ്വാമി ഒരു സന്യാസിയായ അങ്ങ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയാൽ അങ്ങ് എന്താണ് ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് ഏതെങ്കിലും ഒരു ചാനലുകാർ ചോദിക്കായിരുന്നെങ്കിൽ നമുക്ക് സന്തോഷമായേനെ എന്ന് പറഞ്ഞു. കാരണം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ, മുഖ്യമന്ത്രി ആയാൽ സത്യപ്രതിജ്ഞ ചെയ്താൽ ആദ്യമായി ഞാൻ നടപ്പിലാക്കാൻ പോകുന്നത് ഇവിടുത്തെ പാഠ്യപദ്ധതികളെല്ലാം തിരുത്തും. എന്നിട്ട്
നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന കുലങ്ങൾ സമുദായങ്ങളുണ്ട്. അങ്ങനെയുള്ള ആ സമുദായങ്ങളെക്കുറിച്ച് ഇവിടെ പലവിധമായ ആചാരാനുഷ്ഠാനങ്ങളിൽ നിൽക്കുന്ന ഈ കുലങ്ങളെക്കുറിച്ച്, അവരുടെ കുല ആചാര്യന്മാരെക്കുറിച്ച്, കുലധർമ്മത്തെക്കുറിച്ച് വളരെ വ്യക്തമായ രീതിയിൽ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തും. അതായിരിക്കും ഞാൻ ചെയ്യുന്ന ആദ്യത്തെ പദ്ധതി. കാരണം അത് വരണം. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഈ 3 വിഭാഗങ്ങളും, അല്ല 4 വിഭാഗങ്ങളും, ഇത് 4 അല്ല, ഈ 4 വിഭാഗങ്ങളും ഒന്നാണ്, ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്, ഒരു കയ്യിലെ വിരലുകളെ പോലെ ഒരുമിച്ച് ചേർന്ന് നിൽക്കേണ്ടവരാണ്, എന്നാൽ മാത്രമേ ഇതുകൊണ്ട് ഉപകാരപ്പെടുകയുള്ളൂ എന്ന് ജനത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പഠിപ്പിക്കും. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളായിരിക്കും ആദ്യം ചെയ്യുന്നത്. രണ്ടാമത്, സ്ത്രീകൾക്കെതിരെ ഏതെങ്കിലും വിധത്തിൽ ഉപദ്രവങ്ങളോ സ്ത്രീകളെ അപമാനിക്കുകയോ ഏതെങ്കിലും പെൺകുട്ടികളെ ആവശ്യമില്ലാതെ എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്താൽ അവനെ പിടിച്ച് തെളിവ് ശേഖരിച്ച് പിന്നെ കുറ്റവിചാരണ നടത്തി അങ്ങനെയുള്ളൊരു ശിക്ഷാ നടപടിയല്ല. ഓൺ സ്പോട്ടിൽ തെളിവോടുകൂടി പിടിക്കപ്പെട്ടാൽ അവിടെ തന്നെ അവനുള്ള ശിക്ഷ പരസ്യമായി തന്നെ നടപ്പിലാക്കുന്ന ആ ഒരു വിധി കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ളതാണ് ഞാൻ മുഖ്യമന്ത്രി ആയാൽ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഇതൊന്നും ആരോടും പറയല്ലേ എന്നാണ് പറഞ്ഞത്. നമ്മൾ ചെയ്യണം. കാരണം ഒരു സന്യാസിക്ക്, ഒരു ആചാര്യന് ഇങ്ങനെയുള്ള ധർമ്മപരമായ കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ വരേണ്ടത്. പുരാണ കാലഘട്ടങ്ങളിൽ, പഴയ കാലഘട്ടങ്ങളിലൊക്കെ രാജാക്കന്മാർക്ക് യുദ്ധം വേണോ വേണ്ടയോ, അല്ലെങ്കിൽ രാജ്യത്തിൽ ഏതു തരത്തിലുള്ള നീതിയാണ് നടപ്പിലാക്കേണ്ടത്, ജനക്ഷേമത്തിന് വേണ്ടി എന്ത് ചെയ്യണം, കൃഷിക്ക് വേണ്ടി എന്ത് ചെയ്യണം, വെള്ളമില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ രാജാക്കന്മാരെ പഠിപ്പിച്ചിരുന്നതും യുദ്ധം ചെയ്യാൻ പഠിപ്പിച്ചിരുന്നതും, എന്തിന് യുദ്ധമുറകളും അവർക്ക് ശ്രേഷ്ഠമായ ആയുധങ്ങളും ഒക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നതും ഈ ഋഷികുലത്തിൽപ്പെട്ട സന്യാസിമാർ തന്നെയാണ്. എന്തുകൊണ്ട് സന്യാസിമാർ പറഞ്ഞു സ്ത്രീക്കെതിരെ വരുന്ന ഇത്തരം പീഡനങ്ങളൊക്കെ ഇത് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒട്ടും തന്നെ വിശ്വസനീയമല്ലാതെ വരുന്നുണ്ട്. അതായത് പുരുഷനെ കൊടുക്കാൻ വേണ്ടിയിട്ടും സ്ത്രീകൾ പരാതി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ പറയുന്ന സ്ത്രീത്വം അല്ലെങ്കിൽ സ്ത്രീ ദേവിയാണ് എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് അത് കളങ്കപ്പെട്ടു പോകുന്നില്ലേ? ഒരുപാടുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഒരു സ്ത്രീ നമ്മുടെ ആശ്രമത്തിൽ വരുമായിരുന്നു. ഒരു വിവാഹം കഴിഞ്ഞ് മക്കളും കുട്ടികളുമൊക്കെ ആയിട്ടുള്ളായിരുന്ന ഇവരാണ്. എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിനൊക്കെ ആയിട്ട് പലരും കൊണ്ടുവരാറുണ്ട് കുട്ടികളെയൊക്കെ. അപ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞു, എൻ്റെ മക്കളൊക്കെ പ്രായപൂർത്തിയായി, വിവാഹം കഴിഞ്ഞ് അവർക്ക് മക്കളായി. പക്ഷേ ആ ഇടയ്ക്കാണ് ചെറുപ്പത്തിൽ എൻ്റെ ഭർത്താവ് മരിച്ചു പോയതാണ്. മക്കളെയൊക്കെ ഞാൻ വളർത്തി. ഒരാളുമായിട്ട് എനിക്ക് മാനസികമായൊരു അടുപ്പം തോന്നി. ഞാൻ പറഞ്ഞു സർവ്വസാധാരണം. പക്ഷേ മാനസികമായുള്ള അടുപ്പം പിന്നീട് ശാരീരികമായുള്ള അടുപ്പമായി മാറി. അതിനുശേഷം അവൻ ഇവരെ വിട്ട് അവന് വിവാഹം കാര്യങ്ങളുമൊക്കെ നീങ്ങിയപ്പോൾ അവൻ പോയി വിവാഹം കഴിച്ചു. ഒരു പെണ്ണിനെ വിവാഹം കഴിച്ച് ജീവിച്ചു. അത് ഈ സ്ത്രീക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിനെ അവരുടെ കുടുംബത്തിൽ അവനങ്ങനെ സുഖം അനുഭവിക്കരുത്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സ്വാമി എന്ന് ചോദിച്ചുകൊണ്ടാണ് വന്നത്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ വന്നു, ഇനി മേലിൽ ഈ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുക്കൽ വരരുത്. കാരണം ഇത് നിങ്ങൾ സ്ത്രീയല്ല എന്നാണ് പറഞ്ഞത്. കാരണം സ്ത്രീത്വത്തിന് അതിൻ്റെ തത്വം മനസ്സിലാക്കാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷേ അവരെ ബോധവൽക്കരിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോവുക. സ്ത്രീത്വത്തെ ഒരു തലത്തിലും നമ്മൾ അപമാനിക്കാതിരിക്കാൻ ശ്രമിക്കുക. അത് ഒരുപാട് വലിയ കാര്യങ്ങളാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം തന്നെ, അത് നമ്മൾ പറയേണ്ട വിഷയമല്ല എങ്കിൽ പോലും അദ്ദേഹത്തെ കൊണ്ടു നടന്ന് ലോഡ്ജിലേക്ക് വിളിച്ചപ്പോൾ ഒരു ലോഡ്ജിലേക്ക് വിളിക്കുന്നത് എന്തിനാണെന്ന് അറിയാൻ പാടില്ലാത്ത ഒരാളല്ല ആ കുട്ടി. അവിടെ ചെന്ന് അതും കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ കേസും പരാതിയുമായിട്ട് വരുന്നത്. ഇവിടുത്തെ നീതിപീഠം അതൊക്കെ ബോധപൂർവം കണ്ട് തിരിച്ചറിയും. നമ്മുടെ ഇതിലൊക്കെ പറഞ്ഞേക്കുന്ന പോലെ, ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്ന പോലെ, കണ്ണുള്ളവൻ കാണട്ടെ, കാതുള്ളവൻ കേൾക്കട്ടെ, ബുദ്ധിയുള്ളവൻ ഗ്രഹിച്ചറിയട്ടെ എന്ന് പറയുക. അപ്പോൾ യഥാർത്ഥ സത്യം ഒരുത്തനെ ഉപദ്രവിക്കാൻ വേണ്ടി ഒരു സ്ത്രീ ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അത് വിരുദ്ധമാണ്, ധർമ്മവിരുദ്ധമാണ്. പക്ഷെ അങ്ങനെയുള്ള സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യരുത്. അതൊക്കെ തെളിവ് സഹിതം, അതാണ് നമ്മൾ പറഞ്ഞത്, തെളിവ് സഹിതം പിടിക്കപ്പെട്ടാൽ
ആ പുരുഷനെ ശിക്ഷിക്കണം. അതുപോലെ സ്ത്രീക്കും ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു വിധി തന്നെ ഈ അടുത്ത ദിവസം ഉണ്ടായിട്ടുണ്ട്. തൻ്റേതല്ലാത്ത കാരണത്താൽ ഏതെങ്കിലും പുരുഷന് ഭാര്യയെ വിവാഹമോചനം നേടേണ്ടി വന്നാൽ സ്ത്രീ അവനെതിരെ പരാതി കൊടുത്താൽ ആ സ്ത്രീയെ ശിക്ഷിക്കാനുള്ള നിയമം വരെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെ നമ്മുടെ സംസ്കൃതിയെ സംരക്ഷിക്കുന്ന നല്ല ഭരണാധികാരികൾ വന്നതിൻ്റെ നല്ല ലക്ഷണങ്ങളാണ്. ഇപ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് വിശ്വകർമ്മ. ഇപ്പോൾ 4 കാര്യങ്ങൾ വൈഷ്ണവർ, ശൂദ്രർ, അങ്ങനെ പറഞ്ഞിട്ട് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, ആ ഒരു കാറ്റഗറിയിൽ വരുമ്പോൾ അത് വിശ്വകർമ്മനിൽ നിന്നാണ് ഉണ്ടായത്, അല്ലെങ്കിൽ പാദത്തിൽ ആണ് ശൂദ്രർ എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിനെ എങ്ങനെയാണ്, അതിൽ ശരിക്കും എന്താണ്? ഇപ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ശൂദ്രർ എന്ന് പറയുന്നത് താഴ്ത്തപ്പെട്ടവനാണ്, അവൻ പാദങ്ങളിൽ നിന്ന് വരുന്നു, അപ്പോൾ അത്രയും താഴ്ന്നവനാണ് എന്നാൽ അതിൻ്റെ അതെങ്ങനെയാണ്? എൻ്റെ കാഴ്ചപ്പാടിൽ ഇന്ന് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നീ പറഞ്ഞ 4 വിഭാഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠർ ശൂദ്ര വിഭാഗത്തിൽ പെട്ടവരാണ്. കാരണം ബ്രാഹ്മണൻ ദേവപൂജയ്ക്കും മറ്റു കാര്യത്തിനുമായി ഇരിക്കുന്നവനാണ്. വേദങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും അധ്യാപനം ചെയ്യുകയും അങ്ങനെ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് കാര്യങ്ങളെ ചെയ്യുന്നവനാണ് ഒരു ബ്രാഹ്മണൻ, ഒരു ശ്രേഷ്ഠ ബ്രാഹ്മണൻ. ക്ഷത്രിയൻ രാജ്യം സംരക്ഷിക്കാൻ വേണ്ടി യുദ്ധവും മറ്റു കാര്യങ്ങളും ചെയ്ത് അല്ലെങ്കിൽ രാജാവായി ഇരുന്നുകൊണ്ട് ധർമ്മിഷ്ഠമായ ഭരണം നടത്തുന്നവനാണ്, ധർമ്മിഷ്ഠനാണ് ക്ഷത്രിയൻ. വൈശ്യൻ എന്നാൽ അവൻ വ്യാപാര വ്യവസായങ്ങൾ ചെയ്ത് കിട്ടുന്ന വിത്തുകളും മറ്റും സംഭരിച്ചു വെച്ച് അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവനാണ് വൈശ്യൻ. എന്നാൽ ഈ 3 പേർക്കും ജീവിക്കാൻ ആവശ്യമായ ഊർജം ലഭിക്കാൻ, ശാരീരികമായ ഊർജം ലഭിക്കാനായി അവന് വേണ്ടുന്ന അന്നം ഈ ഭൂമിയിൽ കൃഷി ചെയ്ത് ഏത് കാലത്ത് ഏത് വിത്ത് ഏത് സമയത്ത് ഏതായുധം വെച്ച് എന്നുള്ള ചിന്തയോടുകൂടി ഇവിടെ കൃഷി ചെയ്ത് അതിനെ വളരെ ശ്രേഷ്ഠമായ രീതിയിൽ നല്ല പോഷകമായിട്ടുള്ള ആഹാരത്തെ ഉണ്ടാക്കി ഈ ദേവന് പൂജിക്കാൻ വേണ്ടി ബ്രാഹ്മണന് കൊടുക്കാനും അല്ലെങ്കിൽ ക്ഷത്രിയൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള ആ പോഷകാഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും അതുപോലെ വൈശ്യന് വ്യാപാര വ്യവസായങ്ങൾ ചെയ്യാനുള്ള ഈ സാധനങ്ങൾ, ദ്രവ്യങ്ങൾ, പലവ്യഞ്ജനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുമൊക്കെ ശ്രമിക്കുന്ന ഈ ശൂദ്രനാണ് ഏറ്റവും ഉന്നതൻ. കാരണം ശൂദ്രൻ പാദമാണ് എന്ന പുരുഷ സൂക്തത്തിലെ ഒരു ശ്ലോകത്തെ എടുത്തു വെച്ചിട്ടാണ് ഇന്ന് പലരും പറയുന്നത്. യഥാർത്ഥ ബ്രാഹ്മണരാരും അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനിനി, ഇത് ബ്രഹ്മജ്ഞാനമുള്ളവനാണ്. പക്ഷേ ബ്രഹ്മജ്ഞാനം ഇല്ലാത്തവനാണ് ഇന്ന് ബ്രാഹ്മണൻ. ശാസ്ത്രം പ്ലസ് അജ്ഞൻ എന്നുവെച്ചാൽ ശാസ്ത്രത്തെക്കുറിച്ച് അജ്ഞൻ എന്ന് പറഞ്ഞാൽ അറിയില്ലാത്തവൻ, ശാസ്ത്രം അറിവില്ലാത്തവനാണ് ശാസ്ത്രജ്ഞൻ എന്നാണ് പറയുക പലരും. എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനി അല്ല, ബ്രഹ്മത്തെക്കുറിച്ച് അജ്ഞാനി ആയവനാണ് ബ്രാഹ്മണൻ എന്നാണ് ഞാനൊക്കെ പറയാറുള്ളത്. അപ്പോൾ ബ്രാഹ്മണൻ മുഖമാണെങ്കിൽ ബ്രാഹ്മണൻ പൂജ ചെയ്യുമ്പോൾ എവിടെയാണ് പുഷ്പങ്ങൾ അർപ്പിക്കേണ്ടത്? മുഖത്തല്ലേ, അല്ലെങ്കിൽ ശിരസിലല്ലേ? അല്ല, അവൻ പാദത്തിലാണ് അർപ്പിക്കുന്നത്. എല്ലാ പൂജയും കഴിഞ്ഞ് പാദോദകം സമർപ്പയാമി, സർവ്വപൂജാം പാദോദകം സമർപ്പയാമി എന്ന് പറഞ്ഞുകൊണ്ട് കൈകൾ പിണച്ച് ആ വിഗ്രഹത്തിൽ തൊട്ട് നമസ്കരിച്ച് ആണവൻ പോകുന്നത്. മാതാപിതാക്കളെ നമസ്കരിക്കാൻ എവിടെയാണ് തൊടുന്നത്? പാദത്തിലാണ്. ഗുരുവിന് ദക്ഷിണ കൊടുക്കുമ്പോൾ തലയിലാണോ വെക്കുന്നത്? ശിരസിലാണ്. ബ്രാഹ്മണൻ ശിരസാണെന്ന് പറഞ്ഞ് തലയിൽ വെച്ചൊന്നും ആരും ഒന്നും കൊടുക്കില്ല, ഇരുമുടിക്കെട്ട് മാത്രമേ ശിരസിലെടുത്ത് വെച്ച് കൊടുക്കുകയുള്ളൂ. അത് എടുക്കുന്നതിന് മുൻപും ഗുരുവിനും അമ്മയ്ക്കും എന്ത് വേണം? ദക്ഷിണ പാദത്തിൽ സമർപ്പിക്കണം. അപ്പോൾ ശിരസിലൊഴിക്കുന്ന വെള്ളമാണെങ്കിൽ പോലും അത് ചെന്ന് ചേരുന്നത് എവിടെയാണ്? പാദത്തിലൂടെയാണ് പോകുന്നത്. ഈ പ്രപഞ്ചത്തിൽ പാദം സ്പർശിക്കാത്ത ഒരു ഭൂമിയും ഇല്ല. മനുഷ്യൻവാസമുള്ള എല്ലാ സ്ഥലത്തും മനുഷ്യൻ നടക്കുന്നത് തലകുത്തിയല്ല, പാദം തൊട്ടിട്ടാണ്. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമാരാണ്? പാദമാണ്. ശൂദ്രൻ, അവൻ ശൂദ്രനാണ്. ശൂദ്രനാണ് ഏറ്റവും ശ്രേഷ്ഠമായവൻ. പക്ഷേ അവൻ്റെ കർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ
അവൻ്റെ കർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ പിന്നെ ഈ കൃഷി ചെയ്യാൻ ആളുണ്ടാവില്ല എന്ന് കണ്ടും അവനെ അടിമയാക്കാനും വേണ്ടി ചില കുതന്ത്രികൾ ഒപ്പിച്ച പരിപാടികളാണ് ഈ പറഞ്ഞ അടിമത്തവും അരാജകത്വവുമൊക്കെ കടന്നു വന്നത്. അതിലൂടെയാണ് ഈ ശൂദ്രനെ താഴ്ന്നവനാക്കി മാറ്റിയത്. ഞാൻ എവിടെ പോയാലും ലക്ഷം വീട് കോളനികൾ സന്ദർശിക്കാറുണ്ട്. അവിടെയുള്ള ഈ കുലത്തിലെ സമുദായത്തിൻ്റെ ആളുകളെ കണ്ട് അവരെ ആശ്വസിപ്പിക്കാനും അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ഞാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ കൂടെയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, ഏത് കുലത്തിൽപ്പെട്ടവരാണെങ്കിലും ഞാൻ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അതിൽ ആദ്യത്തെ ഉരുള ഏതെങ്കിലും ഒരു കുട്ടി, അവന് ഏത് കുലത്തിൽപ്പെട്ടവനാണെന്നൊന്നുമില്ല, ആ കുട്ടിയുടെ വായിൽ വെച്ച് കൊടുത്ത് ആ ബാക്കിയെടുത്ത് ഭക്ഷിക്കാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. കാരണം അത് എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരുവിൻ്റെ ധർമ്മമാണ്, അദ്ദേഹം പഠിപ്പിച്ച ഒരു നല്ല സന്ദേശമാണ്. ഇപ്പോൾ അങ്ങയെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് അങ്ങേക്ക് അവരോട് എന്താണ് പറയാനുള്ളത്? എല്ലാവരും ഒന്നാണ് എന്ന ചിന്ത അത് വളർത്തിയെടുക്കുക. ജാതി എന്ന ദുർവ്യാഖ്യാനത്തെ മാറ്റിവെച്ചുകൊണ്ട് കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാവരും അവരവർ ജനിച്ച കുലത്തിൻ്റെ മഹിമയെക്കുറിച്ച് മനസ്സിലാക്കി ആ കുലത്തിൻ്റെ ആചാരവും അനുഷ്ഠാനങ്ങളും ഗുരുക്കന്മാരെയും ആദരിച്ചും ബഹുമാനിച്ചും ഒരുമിച്ച് മുന്നോട്ട് പോകുക. ഭാരതത്തെ വിശ്വഗുരുവാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക. ധർമ്മപരമായ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുക. അതാണ് പറയാനുള്ള ഏക സന്ദേശം. സ്ത്രീകളെ, കുട്ടികളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത് ഗുരുക്കന്മാരെ ബഹുമാനിച്ച് പരസ്പരം സ്നേഹത്തോടുകൂടി രാജ്യത്തിനെ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഭാരതത്തെ വിശ്വഗുരുവാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഏക കാര്യം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഒരുപാട് സന്തോഷം.